ഹലോ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്. നമുക്ക് ടിൻ ഫ്ലെയിം ജേണിയിലെ അറിഞ്ഞുകൊണ്ടുള്ള ചില ബ്ലൈൻഡ് സ്പോട്ടുകളെ പറ്റിയിട്ട് പറയാം. നമുക്കറിയാം, റിയൽ ലൈഫിൽ ചില ആളുകൾ ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്നടിക്കും. ചില കാര്യങ്ങൾ അവരെ ബാധിക്കുന്നില്ല എന്ന് ആക്ട് ചെയ്യും. പലപ്പോഴും നമ്മൾ അതിനെ സപ്രഷൻ എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ പൊളാരിറ്റിയുടെ ഭാഗമായിട്ട് ഇത് സംഭവിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. മാസ്കുലിൻ പൊളാരിറ്റി അവരുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് സ്പിരിറ്റ് വേൾഡിലുള്ള ഷാഡോസ് പുറത്തു കൊണ്ടുവരികയാണ്. അതുകൊണ്ട് അവർ ഒരാളുടെ ഇമോഷണൽ ആയിട്ടുള്ള കോലാഹലങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ വളരെ കഴിവുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു സെലക്റ്റീവ് ഹിയറിങ്, സെലക്റ്റീവ് സീയിങ്, സെലക്റ്റീവായിട്ടുള്ള ചോയ്സസ് ഉള്ളത്. അവർക്ക് അവരുടേതായിട്ടുള്ള കണ്ടില്ലെന്ന് നടിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു ലോകത്തെ സംബന്ധിച്ച് ഉണ്ട്. അത് തന്നെയാണ് അവരുടെ ആ ഒരു പർപ്പസ് ചെയ്യാനും സഹായിക്കുന്നത്. 3D വേൾഡിൻ്റെ ഒരു ഗുരു എന്ന നിലയിൽ ആ ഒരു ഇമോഷണൽ കയോസ് അതിനോട് കണ്ണടയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് സ്പിരിറ്റ് വേൾഡിൻ്റെ ഷാഡോസിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ള ഇമോഷണൽ കയോസ് ആണ് കൂടുതലും. ഒരാളെ അറിഞ്ഞുകൊണ്ട് ഒരു സിന്നുമില്ലാതെ ഹർട്ട് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് കർമ്മ ലഭിക്കും. അപ്പോൾ അങ്ങനെ അവർ ചെയ്യില്ല, അല്ലെങ്കിൽ അതിന് ബാലൻസ് യൂണിവേഴ്സ് കൊണ്ടുവരും. അപ്പോൾ അങ്ങനത്തെ ഒരു സെലക്റ്റീവായിട്ടുള്ള ഒരു ഹിയറിങ് അവർക്കുണ്ട്. ഇനി ഡിവൈൻ ഫെമിനിനെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു പൊളാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം, അവർ ഉയരാൻ തുടങ്ങുമ്പോൾ, അവർ ഹീൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ ലോകത്തിലുള്ള 3Dയിലുള്ള ഷാഡോസ് പുറത്തു കൊണ്ടുവരുന്നതായിട്ട് കാണാൻ കഴിയും. പുറത്തുള്ള ആളുകളും റിയാലിറ്റിയും ഡാർക്ക് പ്രൊജക്ഷൻസ് ഇടാം, അവരുടെ ഡാർക്ക്നെസ് പുറത്തേക്ക് കൊണ്ടുവരാം. പക്ഷേ ഈ ഒരു സമയത്ത് ഡിവൈൻ ഫെമിനിനെ അതൊന്നും ഹർട്ട് ചെയ്യില്ല. അതൊക്കെ സെൻഡ് ചെയ്തവർക്ക് തന്നെ തിരിച്ചു പോകുന്നതായിട്ട് കാണാൻ കഴിയും. അത് അവളുടെ ഹീലിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ, ഷാഡോസ് പുറത്തു വരുമ്പോൾ ഡിവൈൻ ഫെമിനിൻ ഇതൊക്കെ കണ്ടില്ല എന്ന് നടിക്കും. അവളുടെ സ്പിരിറ്റ് വേൾഡിലുള്ള ശുദ്ധതയിൽ കൂടെ ഉണ്ടാവുന്ന ആ ഒരു പുറത്തുള്ള മെട്രിക്സ് വേൾഡിലെ നാശങ്ങൾ അവൾ കണ്ടില്ല എന്ന് നടിക്കും. അത് അവളുടെ സെലക്റ്റീവ് ഹിയറിംഗ് ആണ്. ഇതാണ് ഒരു സ്പിരിച്വൽ ഗുരുവിൻ്റെ ലക്ഷണം. ഇതൊക്കെ ഇവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, എമ്പതി ഇല്ലാത്തത് കൊണ്ടല്ല. ഇത് പലപ്പോഴും നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ കേൾക്കുന്നത് വളരെ ക്രൂരയായ ആളുകൾ, എമ്പതി ഇല്ലാതെ പോയ ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. മാസ്കുലിൻസിനോടും പറയും അവർ തീരെ എമ്പതി ഇല്ല, അവർ ലൂസിഫർ ആണ് എന്നൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. ഫെമിനിൻസിനോട് പറയും അവർ മുൻപായിരുന്നു നല്ലത്, അവരുടെ സ്വഭാവം മാറിപ്പോയി, ഇപ്പോൾ അവർ കെയർ ചെയ്യുന്നില്ല എന്ന് പറയും. പക്ഷേ സ്വന്തം ഷാഡോസ് ഹിറ്റ് ചെയ്യുന്നതാണെന്ന് ആ സമയത്ത് ആ ഒരു കയോസിൽ പലർക്കും സ്വീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇതാണ് ബ്ലൈൻഡ് സ്പോട്ട്. ആളുകൾ പലപ്പോഴും പല കാര്യങ്ങളും കണ്ടില്ല എന്ന് നടിക്കും. അതിന് കാരണം അവരൊരു പ്രത്യേക രീതിയിൽ കാണാൻ നിയോഗിക്കപ്പെട്ടവരാണ്. അവരൊരു പ്രത്യേക പർപ്പസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇതാണ് മിഷൻ, ഇതാണ് ചൂസൺ വൺസ്. ഹലോ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്. ഇതാണ് ഈ വീഡിയോയിൽ സെലക്റ്റീവ് ഹിയറിങ്ങിനെ പറ്റിയിട്ട് പറയാനുള്ളത്. പലരും കണ്ടില്ല എന്ന് നടിക്കുന്നത് എന്ന് പറയുന്നത് അവരുടെ പർപ്പസിൻ്റെ ഭാഗമായിട്ടാണ്.